വർഷകാല സമ്മേളനത്തിന്റെ സമാപന ദിവസം ലോക്സഭയിലെത്തിയിട്ടും വിവാദങ്ങൾക്ക് മറുപടി നൽകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ വന്ദേമാതരം ആലപിച്ച് ഇരു സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷം സ്പീക്കറുടെ ചായ സൽക്കാരവും ബഹിഷ്കരിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനവും പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടും അയോധ്യ രാമക്ഷേത്രക്കൊള്ള ഉയർത്തിയുമായിരുന്നു പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ലോക്സഭയിൽ എത്തിയെങ്കിലും പ്രതിപക്ഷം ഉയർത്തിയ വിഷയങ്ങളിൽ പ്രതികരിച്ചില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഖനി ധാതു വിപുലീകരണ നിയന്ത്രണ ബിൽ രാജ്യസഭ പാസാക്കി. ബിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബില്ലിന്റെ ചർച്ചാവേളയിലും അമിത്ഷായ്ക്ക് എതിരെയുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ആവർത്തിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വന്ദേമാതരം ആലപിച്ച് ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 20-ന് ആരംഭിച്ച വർഷകാല സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇന്ന് മാത്രമാണ് അമിത്ഷാ സഭയിൽ എത്തിയത്. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ, കേരളം ബിൽ അടക്കം 10 ബില്ലുകൾ വീതം ലോക്സഭയും രാജ്യസഭയും വർഷകാല സമ്മേളനത്തിൽ പാസാക്കി. ഇതിൽ പരീക്ഷാ ബില്ലിൽ മാത്രമാണ് ചർച്ച നടന്നത്. FCRA ബിൽ JPCക്ക് വിടുകയും ചെയ്തു. സഭ പിരിഞ്ഞതിന് പിന്നാലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ച ചായ സൽക്കാരം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. DMK MP കനിമൊഴി മാത്രമാണ് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത്. റിപ്പോർട്ടർ, ദില്ലി.